ഇന്ന് നമ്മളൊരു നാടൻ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിവട പഴംപൊരിയൊക്കെ കിട്ടുന്ന ഒരു നാടൻ ചായക്കടയിൽ ഒരു സിമ്പിൾ വീഡിയോ, വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഉള്ളിവട ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ രുചിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫത്വാസ് കിച്ചന് വേണ്ടി എൻ്റെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു നാടൻ ഉള്ളിവട, അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു നാടൻ ഗ്രാമക്കാഴ്ചകളിലൂടെ കണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ നാടൻ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ കുറച്ച് മാനിൻ്റെ വീഡിയോസൊക്കെ ഉള്ള സമയത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്തൊക്കെ ആനയെ കാണാനുണ്ടോ, റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. ഇത് ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ബത്തേരി പുൽപ്പള്ളി റോഡിൽ 4 മൈൽ കഴിഞ്ഞ് 6 മൈലിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു കാഴ്ചയാണിത്. പകലുള്ളതാണ്. ആനയൊക്കെ സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളുടെ റോഡിൽ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോ പകർത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അബുദാബിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നു നാട്ടിൽ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ളത്, പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. നാട്ടിൽ നല്ല മഴയായിരുന്നു, കാലാവസ്ഥ ഒക്കെ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പുതിയ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്